എല്ലാരും ഡ്രസ് മേടിച്ചമ്മ. മോളെ ഡ്രസ്സൊക്കെ മേടിക്കുന്നുണ്ട്. ഡ്രസ്സ് മാത്രാണോ? ഓണായിട്ട് കുടുംബത്ത് വല്ല സാധനം ഉണ്ടോ? എന്റെ അച്ഛൻ മുഴുവൻ കുടിയനായില്ലേ മോളെ. അച്ഛൻ വല്ല തന്നാലല്ല അമ്മക്ക് എന്തെങ്കിലും മേടിക്കാനൊക്കെ പറ്റുള്ളൂ. സാരില്ല, ഇപ്രാവശ്യം തവണ ഇങ്ങനെ പോട്ടെ. എന്റെ അച്ഛൻ എങ്ങനെയാ വരാന്ന് ദൈവത്തിന് മാത്രം അറിയാൻ പറ്റുള്ളൂ. കുടിയാമക്കായി അത് അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും മോളെ. അമ്മ പറയാറില്ല അച്ഛൻ്റെ അടുത്ത് കുടിക്കരുത് കുടിക്കരുത്. അച്ഛൻ കേൾക്കോ? ഇല്ല. അമ്മ എത്ര പ്രാവശ്യം പറയാം. ഇപ്പൊ കണ്ടില്ലേ, ഓണായിട്ട് തന്നെ ആൾ കാലത്ത് പോയ പൂക്കത്ത് വരെയായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. പൂണി എടുത്തിട്ടില്ല, സാധനങ്ങൾ മേടിച്ചു തന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ യോഗ വിദ്യയാണ് നമ്മുടെ. അതാരാ വരുന്ന മാധുവാ? നിന്റെ അച്ഛനല്ലത്? പോയി പിടിക്കല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ പോയി എടുക്കും. മനുഷ്യന്റെ കാട്ടായങ്ങൾ നോക്കി ആളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അത് വേഗം പിടിച്ചാൽ റൂമിൽ കൊണ്ട് കയറ്റിയേ പോലെ നോക്ക്. അവിടെ കൊണ്ടിരുത്തു അതിനെ ബോധമില്ല. മോള് കണ്ട് പേടിക്കുന്നു വേണ്ട. ഇപ്പൊ എനിക്ക് ചേരാമ്മ. മോളെ പറ്റ റൂമ് തന്നെ ഇട്ടു. നീ തോന്നങ്ങട് ഈ കാട്ടയം കണ്ടു നിൽക്കണ്ട. പറ്റൊക്കെ ഇറങ്ങി കുളിച്ച് മുറിയും തൊട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുക. എന്തിനായിരുന്നു നല്ലൊരു കോലം. ഓണായിട്ട് ആ കൊച്ചിരുന്ന് കറിയായിരുന്നൊരു ഡ്രസ്സ് പോലും എടുക്കാണ്ട്. ചേട്ടനെ കുടിച്ച് പറ്റി നടന്നാ മതില്ല. ഇന്നലെ ഇങ്ങനെ വന്നെന്ന് വല്ല ഓർമ്മയുണ്ടാ? കുടിച്ച് മത്ത് പിടിച്ചിട്ട് ആ റോട്ടിൽ ഇരുന്ന് ഇടയായിരുന്നു. മരുന്നൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. ഈ ക്രാവ് ഇന്നലെ വിഷമിച്ച് അതിന് പനി വന്ന ചേണ്ട അവസ്ഥ കണ്ടിട്ട്. എന്റെ കയ്യിൽ എങ്ങനെ പൈസ ഉണ്ടാവുക ചേട്ടാ? ചേട്ടാ പണിക്ക് പോയാലല്ലേ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. ഈ ക്രാവ് 2 ഗ്രാങ്ങൾ വെച്ച് ഞാൻ എന്തിട്ട് ചെയ്യാനാ? കൊച്ചിന് കൊടുക്കാൻ മരുന്ന് പോലും ഇല്ല, ഒക്കെ കഴിഞ്ഞിരിക്കുക. ഇന്നലെ കുടിച്ച് മതിക്കാൻ കുറെ പേരുണ്ടായിരുന്നില്ലേ? അതിലൊരാളെ വിളിക്ക്. എന്നിട്ട് ഒരു 100 രൂപയും ചോദിക്കും കൊച്ചിന് മരുന്നെങ്കിലും മേടിക്കാൻ വേണ്ടിട്ട്. തൽക്കാലം മരുന്നേനെ കൊടുത്തു നോക്കാം. കുറവരിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ഹലോ. ആടാ ഇന്നലെ തിരിഞ്ഞ് ഓവറായി പോയി. കുഴപ്പമില്ല. ആടാ എന്റെ വല്ല കാശുണ്ടോ? ഒരു ക്രാവിന് തീരെ വയ്യടാ, അതുകൊണ്ടാ. ഇല്ലേ? ഓണായിരുന്നേ നേരത്തായിട്ടാ. വിളിച്ചോട്ടെ, മാറ്റാൻ വിളിച്ചോട്ടെ. കാശുണ്ട് എന്റെ.
ഇല്ലേ നടന്നടാ ഇല്ലടി ആരോഗ്യമില്ല അതവിടെ ഓണായിട്ടാണ് ഉണ്ട് ചേട്ടൻ മനസ്സിലായ ഒരു 100 രൂപയ്ക്ക് വേണ്ടി ഒരു കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് അവർ ആരെങ്കിലും തന്നാ നല്ല കുടിച്ച് മതിച്ചില്ലേ ചേട്ടൻ? ഇനിയെങ്കിലും ചേട്ടൻ ഒന്ന് മനസ്സിലാക്കുക. എന്തുണ്ടായാലും നമുക്ക് എന്താവശ്യം വന്നാലും കൂടെ കുടിക്കാൻ നടക്കുന്ന ആരും ഉണ്ടാവില്ല. ഇപ്പൊ ആ കൊച്ചിനെ വയ്യ വന്നിട്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരെ 10 രൂപ ഉണ്ടാ. ഇനിയും ചേട്ടൻ ഒന്ന് മനസ്സിലാക്കുക. കുടി കുറക്കി മേരിക്ക് ജോലിക്ക് പോവാൻ നോക്ക്. എനിക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ആ ചെറിയത് 1.5 വയസ്സുള്ള കൊച്ചുള്ള കാരണം കൊണ്ടാണ് എനിക്ക്. അത് ഞാൻ എന്ന് ജോലിക്ക് പോയി ഒരു 100 രൂപ എന്റെ കയ്യിലുണ്ട്. തൽക്കാലം മരുന്ന് മേടിച്ചിട്ട് വാ, അതിലും കൊടുത്തിടാം. എന്നിട്ട് കുറവില്ല നമുക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എവിടെയും പോവാ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്നും മരുന്ന് മേടിച്ചിട്ട് വാ. തീരെ വൈകിയത് മരുന്ന് മേടിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും പൈസ കൊടുത്തിട്ട് അച്ഛനെ കാണാനല്ലോ മധുവാ. വിഷമിക്കണ്ട കിട്ടാ. അച്ഛൻ മരുന്ന് കൊണ്ടപ്പൻ അമ്മ മരുന്ന് തരാട്ടാ. എന്തേടാ ആന്റിയെ പാപ്പയുടെ ആ പെറ്റായി കിടക്കുന്നുണ്ട് അടിച്ച് റോട്ടില്. എന്താ ദൈവമേ, നിന്റെ അച്ഛൻ എത്ര കിട്ടിയാലും പഠിക്കില്ല ചേട്ടാ. ആ മരുന്ന് മേടിക്കാൻ കൊടുത്തയച്ച പൈസ കൊണ്ടാണ് കുടിച്ച് മത്താക്കി എടുക്കണം. നടക്ക്. എന്റെ ഫോൺ ഇവിടെ ഇരുന്നോ? നമ്മുടെ രീതി തന്നെയാ. മനുഷ്യൻ ഞാൻ ഉണ്ടല്ലോ.